അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു. അതിനുശേഷം ഇസ്രായേൽ ഗാസയിൽ കനത്ത തിരിച്ചടി തുടങ്ങി. ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്, കൂടുതൽ ശക്തമായി. ഈ യുദ്ധത്തിൽ 60,000 ലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഹമാസിനും വലിയ നഷ്ടമുണ്ടായി. ഇസ്രായേലിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ ഇസ്രായേലിന്റെ ബോംബാക്രമണം ഗാസയിൽ നിന്ന് ഒട്ടും കുറയുന്നില്ല, മറിച്ച് കൂടുകയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു വെടിനിർത്തലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും സ്ഥിതി വഷളായി. ഇനി ഈ സ്ഥിതി സമാധാനത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഹമാസ് ഗാസ വിടാൻ തയ്യാറല്ല. പക്ഷേ ഇസ്രായേൽ ഗാസ പൂർണ്ണമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവർക്ക് ഗാസ ഒഴിപ്പിക്കണം, ആ ഭൂമി തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നാണ് പ്ലാൻ. ഇതിനിടയിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധമായ മസ്ജിദുൽ അഖ്സ വലിയ ഭീഷണിയിലാണ്. ഇസ്രായേലിന്റെ ബോംബാക്രമണം ഗാസയിൽ വൻ നാശം വിതയ്ക്കുന്നു. ഇതിനിടയിൽ മസ്ജിദുൽ അഖ്സ തകർക്കപ്പെടുമോ എന്ന ഭയമുണ്ട്. കാരണം ഇസ്രായേലിന്റെ പണ്ടേയുള്ള പദ്ധതി മസ്ജിദുൽ അഖ്സ നശിപ്പിച്ച് അവിടെ തേർഡ് ടെമ്പിൾ എന്ന് വിളിക്കുന്ന ഹൈക്കൽ സുലൈമാനി എന്ന ക്ഷേത്രം പണിയുക എന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു AI വീഡിയോ വൈറലാണ്. അതിൽ മസ്ജിദുൽ അഖ്സ തകർത്ത് അവിടെ തേർഡ് ടെമ്പിൾ പണിയുന്നതായി കാണിക്കുന്നു. ഈ വീഡിയോ വ്യാജമാണ്, ഇസ്രായേലിന്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ നിന്ന് വന്നതല്ല. ആര് ഇതുണ്ടാക്കിയെന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇത് വേഗം വൈറലായി. ഇതിന് പിന്നാലെ അൽ അറബിയയുടെ ഉറുദു വെബ്സൈറ്റിൽ ഒരു വാർത്ത വന്നു. ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി, ഇസ്രായേൽ മസ്ജിദുൽ അഖ്സയിൽ ബോംബാക്രമണം നടത്താനോ അത് തകർക്കാനോ പദ്ധതിയിടുന്നുണ്ടെന്ന്. ഇതിന്റെ കൃത്യമായ ഉറവിടം അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ ചില സംഘടനകൾക്കിടയിൽ ഇത്തരം രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നൂറുകണക്കിന് ഇസ്രായേലികൾ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തെത്തി അവിടെ പ്രാർത്ഥന നടത്തി. അവർ ബഹളം വെച്ചു ആഘോഷിച്ചു. മുസ്ലിംകളെ അവിടെ നിന്ന് മാറ്റി. ആയിരക്കണക്കിന് ഇസ്രായേൽ സൈനികർ അവരെ സംരക്ഷിക്കാനുണ്ടായിരുന്നു. ഇതൊരു വലിയ സൂചനയാണ്. ഇസ്രായേൽ ഭാവിയിൽ മസ്ജിദുൽ അഖ്സയെ യഹൂദരുടെ ആരാധനാലയമാക്കാൻ പദ്ധതിയിടുന്നുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് ഗാസയുടെ ഭൂപടമാണ്. ചുവന്ന ഭാഗങ്ങൾ ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളാണ്. ബാക്കി ചെറിയ ഭാഗങ്ങളിൽ മാത്രമാണ് ഫലസ്തീനികൾ ഇപ്പോൾ ഉള്ളത്. ഇസ്രായേൽ അവരോട് പറയുന്നു, നിന്റെ ഗാസ വിട്ട് മിസ്രിലേക്കോ ജോർദാനിലേക്കോ സിറിയയിലേക്കോ സൗദി അറേബ്യയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും പോകൂ. ഞങ്ങൾ നിന്റെ സഹായിക്കാം, പക്ഷേ ഗാസ ഒഴിയണം. ഇസ്രായേലിന്റെ മുൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഗാസ ഒഴിപ്പിക്കുമെന്ന്. ഇതൊരു ഭയാനകമായ പദ്ധതിയാണ്. ഇപ്പോൾ ഗാസയിലെ മുസ്ലിംകളെ ഇസ്രായേൽ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ മസ്ജിദ് അടയ്ക്കാം, നമസ്കാരം തടയാം, മുസ്ലിംകളെ പുറത്താക്കാം. എല്ലാം അവരുടെ കയ്യിലാണ്. ഇസ്രായേലിന്റെ ഖജനാശാല മന്ത്രി സ്മോട്രിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ സൈന്യം ഗാസയിൽ നിന്ന് മടങ്ങുമ്പോൾ ഗാസ മുഴുവൻ ഞങ്ങളുടെ കയ്യിലായിരിക്കും. ഇതവർ വ്യക്തമായി പ്രഖ്യാപിച്ചതാണ്. വെടിനിർത്തലിനായി ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മുന്നോട്ടു പോകുന്നില്ല. ഇസ്രായേൽ പറയുന്നു, ഹമാസ് ആയുധം വെച്ച് ഗാസ ഞങ്ങൾക്ക് വിട്ടുതരണം, പിന്നെ ഞങ്ങൾ ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാം, ബോംബാക്രമണവും നിർത്താം. പക്ഷേ ഹമാസ് ഇത് അംഗീകരിക്കുന്നില്ല. അവർ ആയുധം വെക്കില്ല, ഗാസ വിടില്ല. മറുവശത്ത് ഹമാസിന്റെ ആവശ്യം ഇതാണ്: ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണം, ബോംബാക്രമണം നിർത്തണം, ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കണം, ഭക്ഷണവും മറ്റ് സാധനങ്ങളും എത്താൻ അനുവദിക്കണം. അപ്പോൾ ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്. ഇതിന് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ രണ്ടു ഭാഗവും ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. മിസർ ഇടനിലക്കാരനായി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വെടിനിർത്തൽ ഏതാണ്ട് അസാധ്യമാണ്. ഹമാസ് 30,000 പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു. ഇസ്രായേൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് സൈനികരെ വിളിച്ചുവരുത്തി ഗാസയിൽ വിന്യസിക്കുന്നു. ഈ സ്ഥിതി വലിയ ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. മസ്ജിദുൽ അഖ്സയും ബൈത്തുൽ മുഖദ്ദസും സംരക്ഷിക്കാൻ മുസ്ലിം ഭരണാധികാരികൾക്ക് ശക്തിയോ ധൈര്യമോ ഇല്ല. 60,000 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടും അവർ ഒന്നും ചെയ്തില്ല. ഇത് ഇസ്രായേലിന് ഒരു ഗ്രീൻ സിഗ്നലാണ്. ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, മസ്ജിദുൽ അഖ്സയും ബൈത്തുൽ മുഖദ്ദസും സംരക്ഷിക്കണേ. അല്ലാഹുവിന് എല്ലാം സാധ്യമാണ്. അവന്റെ സഹായം മാത്രമാണ് ഇനി പ്രതീക്ഷ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.